ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മുടെ യൂണിക്കോൺ വണ്ടിയുടെ എഞ്ചിൻ സൈഡിൽ നിന്ന് ഒരു ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹെഡ് കവറിൻ്റെ ഭാഗത്ത് ഹെഡ് കവർ ഗ്യാസ്കറ്റിൻ്റെ അല്ല, നിലവിൽ അതിൻ്റെ ഈ സിലിണ്ടർ ഹെഡിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് പ്രശ്നം കാണിക്കുന്നത് കേട്ടോ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വന്ന ഒരു ബോൾട്ട് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ ബോൾട്ട് ഇവിടെ നമുക്ക് സിലിണ്ടറും ഹെഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോൾട്ടാണ്. അതിൻ്റെ ത്രെഡിന് കംപ്ലയിൻറ്റ് വന്നേക്കാണ് കേട്ടോ. അത് ഹീറ്റിങ് വന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് ടൈറ്റ് ആവണില്ല അതിൻ്റെ ഉള്ളിൽ. ഓൾറെഡി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്രോബ്ലം വന്നതല്ല, പക്ഷെ അത് ഒരു ബോൾട്ട് അത്ര ക്ലിയർ അല്ല. അപ്പോൾ ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും കൂടി ത്രെഡ് ചെയ്യേണ്ടി വരും, ത്രെഡിങ് ആയിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. ഈ ഭാഗം അഴിച്ചാലാണ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ലേത്തി കൊടുത്ത് ചെയ്യേണ്ട കേസാണ്, താമസം വരും. പിന്നെ അതേപോലെ തന്നെ ഫ്യൂൽ മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് ഫ്ലോട്ടിൻ്റെയാണ്. മിസ്സിങ്ങിൻ്റെ പ്രശ്നം എനിക്ക് അത്ര വലിയ മേജറായിട്ടുള്ള പ്രോബ്ലം തോന്നണില്ല. അപ്പോൾ ഈ ലീക്കിൻ്റെ കേസ് ക്ലിയർ ചെയ്യണമെന്ന് നമുക്ക് പുറമേ നിന്ന് ഇവിടുന്ന് ചെയ്യാൻ പറ്റില്ല. ഇത് ഇളക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ബോൾട്ട് വന്ന ഭാഗത്താണ് ആ ത്രെഡ് വന്നെ. അത് ലേത്തി കൊടുത്തിട്ട് ത്രെഡ് ചെയ്തിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ തിങ്കളാഴ്ച വൈകിട്ടത്തേക്കൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്ത് കിട്ടുള്ളൂ. ഇപ്പം ഇന്നപ്പോൾ അഴിച്ചാലും ലേത്തി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല, തിങ്കളാഴ്ച കിട്ടുള്ളൂ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ നമുക്കതനുസരിച്ച് ക്ലിയർ ചെയ്യാം അത്. ഓക്കെ.